ലെസ്ലി ജോൺ കൂടി ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ലെസ്ലി, ഹമാസ് കേന്ദ്രങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം എന്നുള്ളതാണ് പറയുന്നത്. മുൻപ് വെടിനിർത്തൽ ചർച്ചകളിലടക്കം മധ്യസ്ഥത വഹിച്ച രാഷ്ട്രം കൂടിയാണ് ഖത്തർ. ആ ഖത്തർ ലക്ഷ്യം വെച്ച് കേന്ദ്രീകരിച്ച ഒരു ആക്രമണം ഇസ്രായേൽ നടത്തുന്നു. അവരാകട്ടെ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ലക്ഷ്യം വെച്ച കാര്യങ്ങൾ, അതായത് ഹമാസ് നേതാക്കളെ വധിക്കുക എന്നുള്ളത് ആയിരിക്കണമല്ലോ സ്വാഭാവികമായ ലക്ഷ്യം. അത്തരം കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ ഈ ആക്രമണം? തീർച്ചയായും അസിത, അതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ഗാസയിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഹമാസിൻ്റെ ഉന്നത നേതാക്കന്മാർ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഇസ്രായേൽ ഇത്തരത്തിൽ ഒരു കടന്നാക്രമണം നടത്തിയിരിക്കുന്നത്. ദോഹയിലെ ഖത്താറ ജില്ലയിൽ ആണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നഗരത്തിൽ ഉടനീളം നിരവധി സ്ഫോടനങ്ങൾ ഖത്താറ ജില്ലയിൽ അനുഭവപ്പെട്ടതായി ദൃക്സാക്ഷികൾ പറയുകയും ചെയ്തു. ഇതനുസരിച്ച് വിദേശ മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഹമാസിൻ്റെ മുതിർന്ന നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം ഇസ്രായേൽ സൈന്യം നടത്തിയതെന്ന് സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പ്രതിരോധ വകുപ്പും ഒപ്പം തന്നെ സുരക്ഷാ വിഭാഗവും ചേർന്ന് നടത്തിയ ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതിനെ വലിയ തോതിലുള്ള അപലപിച്ചുകൊണ്ട് ഖത്തറും രംഗത്ത് വന്നിട്ടുണ്ട്. ഖത്തർ ഇതിനെ രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് ഖത്തർ ഇപ്പോൾ തന്നെ പ്രതികരിച്ച് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഭീരുത്വപൂർണ്ണമായ ഇസ്രായേലി ആക്രമണം എന്നാണ് ഖത്തർ ഇതിനെ അപലപിച്ചുകൊണ്ട് അവർ വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തിരിക്കുന്നത്. ഹമാസിൻ്റെ രാഷ്ട്രീയ അംഗങ്ങളെ താമസിക്കുന്ന റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ, അവർ താമസിക്കുന്ന കെട്ടിടങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നതായി സ്ഥിരീകരണം ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഈ ആക്രമണത്തെ എല്ലാ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളെയും നഗ്നമായ ലംഘനമാണ് എന്ന് അപലപിച്ചുകൊണ്ട് ഖത്തർ പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലെബനൻ, സിറിയ, ഖത്തർ, പാലസ്തീൻ, ട്യൂണേഷ്യ എന്നിവിടങ്ങളിൽ 5 അറബ് രാജ്യങ്ങളിലായി ഇസ്രായേലിൽ ആക്രമണം നടന്നതായി സംശയിക്കപ്പെടുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ 5 ഇടങ്ങളിലും ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതായി ഉള്ള വിവരങ്ങൾ കൂടി, സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയിലും ഒരു മാസമായും ഈ മേഖലയിൽ വളരെ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അറബ് മുസ്ലിം രാജ്യങ്ങളിന്മേൽ ഇസ്രായേൽ വലിയ കടന്ന് ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും ഹമാസ് ഇതിന് ശക്തമായി ഇതിനെ അപലപിക്കുകയും ഇതിന് ശക്തമായ താക്കീതുമായി ഹമാസും രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 7 ആരോഗ്യ പ്രവർത്തകരടക്കം നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചതായും ഖത്തറിൽ നിന്നുള്ള മെഡിക്കൽ വിഭാഗങ്ങൾ വൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 2023 ഒക്ടോബർ മുതൽ ഗാസയ്ക്കെതിരെ ഇസ്രായേലിൻ്റെ യുദ്ധം നടക്കുന്നുണ്ട്. ഇതിൽ നിരവധി ആളുകളാണ് മരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 65,000 ഗാസയിൽ 65,000-ഓളം ഗാസ നിവാസ് പാലസ്തീൻ ആളുകൾ മരിക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇതിനെ ഒരു വെടിനിർത്തൽ എന്ന ഒരു ഉപാധി അമേരിക്ക മുൻപോട്ട് വയ്ക്കുകയും ട്രംപിൻ്റെ ഈ നിർദ്ദേശം അനുസരിച്ച് ഹമാസ് നേതാക്കളുമായി ഖത്തറിൽ, ദോഹയിൽ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച ഹമാസിൻ്റെ ഉന്നത നേതാക്കൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. ആ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് അവരെ വധിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയതായാണ് വരുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. അസിത.